കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ആകുമ്പോൾ ഹരീഷ് സുധീഷ് ചേർന്ന് ഫോണിലെ ഫോട്ടോസൊക്കെ നോക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ നീതുവിന് ഗർഭാന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുക എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നികേഷും അങ്ങോട്ട് വന്ന് നാട്ടിലെ ഫോട്ടോസാണോ എനിക്ക് വായിക്കണേ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നിധിയും ഉറക്കെഴുന്നേറ്റ് അങ്ങോട്ട് വരികയാണ്. ഇന്നെന്ത് പറ്റി വൈകിയേ? സാധാരണ നേരത്തെ എണീക്കാറുള്ളതാണല്ലോ എന്ന് സുധീഷ് പറയുമ്പോൾ 4-5 ദിവസം സ്ഥലം മാറി കിടന്നിട്ട് ഉറക്കം ശരിയായില്ല. ഇന്ന് ശരിക്കും ഉറങ്ങി. വേസ്റ്റ് എവിടെ എന്ന് നിധി ചോദിക്കുമ്പോൾ ദാ അവിടെയുണ്ട് എന്ന് പറഞ്ഞ് നികേഷ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൾ അങ്ങോട്ട് പോകുമ്പോഴേക്കും സുധീഷും ഹരീഷിനോടായി കേട്ടോടാ അവൾ പറഞ്ഞത് അവൾക്ക് ഈ വീട്ടിലുറങ്ങാൻ അസുഖമെന്ന് എന്ന് സുധീഷ് പറയുമ്പോൾ അത് പിന്നെ ആ വീട്ടിൽ നിറയെ കൊതുകായിരുന്നു അതുകൊണ്ടായിരിക്കും എന്ന് ഹരീഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷ് ചേട്ടൻ അങ്ങോട്ട് വന്ന് മോളെ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ വേണ്ട സുഭാഷ് ചേട്ടാ, ആദ്യം ഒന്ന് ഫ്രഷ് ആവട്ടെ, പിന്നെ ഇന്ന് ജോലിക്ക് പോകണം എന്ന് നിധി ടെൻഷനോട് പറയുമ്പോൾ അതിനെന്തിനാ ഇത്ര വിഷമം എന്ന് സുഭാഷ് ചേട്ടനും ചോദിക്കുന്നുണ്ട്. 4-5 ദിവസം ലീവായിരുന്നിട്ട് ജോലിക്ക് പോകണമെന്ന് പറയുമ്പോൾ എന്തോ ഒരു മടി പോലെ എന്ന് നിധി പറയുമ്പോൾ എങ്കിൽ പിന്നെ നിധി അടുത്ത മാസം നമുക്കൊരു ട്രിപ്പ് കൂടി പ്ലാൻ ചെയ്താലോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഏയ് ഇനി 5-6 മാസത്തേക്ക് നല്ല തിരക്കാ, ലീവൊന്നും കിട്ടില്ല എന്ന് നിധി പറയുമ്പോഴേക്കും എങ്കിൽ പിന്നെ 6 മാസം കഴിഞ്ഞിട്ട് പോവാല്ലേ എന്ന് സുധീഷും പറയുന്നുണ്ട്. നിധിയും അവനെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് ഞാൻ ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞ് അടുക്കള ഭാഗത്തേക്ക് പോകുന്നുണ്ട്. സുധീഷും ഹരീഷിനോടായി കേട്ടോടാ അവൾക്ക് എൻ്റെ കൂടെ വരാൻ താല്പര്യമുണ്ടെന്നല്ലേ ആ ചിരിയുടെ അർത്ഥം എന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ്റെ കൂടെയോ എന്നും പറഞ്ഞ് നികേഷും അവനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. പിന്നീട് സുധീഷ് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറി ഹാളിലേക്ക് വരുമ്പോഴേക്കും മുറ്റത്തൊരു കാർ വന്ന് നിൽക്കുന്നത് കാണുന്നുണ്ട്. ഇതാരാ എന്നും ആലോചിച്ച് സുധീഷ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അതിൽ നിന്നും സിദ്ധാർത്ഥ് ഇറങ്ങി വരികയാണ്. എന്താ ഇവിടെ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും നിങ്ങളുടെ കസിൻ നിധി ഇവിടെയല്ലേ എന്ന് സിദ്ധാർത്ഥം ചോദിക്കുന്നുണ്ട്. അതെ അകത്തുണ്ട് എന്ന് സുധീഷ് പറയുമ്പോൾ 2-3 ദിവസമായി ലീവല്ലേ, എന്താ കാര്യമെന്ന് ഒന്ന് അന്വേഷിച്ചിട്ട് പോകാമെന്ന് കരുതി എന്ന് സിദ്ധാർത്ഥം പറയുന്നുണ്ട്. അതിനവൾ ലീവ് പറഞ്ഞതാണല്ലോ എന്ന് സുധീഷ് പറയുമ്പോൾ ലീവ് പറഞ്ഞതാ, എന്നാലും സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖമാണോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ. നിധി ഓക്കെ അല്ലേ എന്ന് സിദ്ധാർത്ഥ് ചോദിക്കുമ്പോൾ അവൾ ഓക്കെയാണ്, പക്ഷേ അതിനുവേണ്ടി ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നത് എന്താണെന്നാണ് മനസ്സിലാവാതെ എന്ന് സുധീഷും പറയുന്നുണ്ട്. ഏയ് അതിനായി വന്നതൊന്നുമല്ല, ഞാൻ ഈ വഴി പോയപ്പോൾ കയറിയെന്നേ ഉള്ളൂ എന്ന് സിദ്ധാർത്ഥും പറയാണ്. അപ്പോഴേക്കും സുഭാഷ് ചേട്ടനും അങ്ങോട്ട് വരുന്നുണ്ട്. വന്ന കാലിൽ നിൽക്കാതെ അകത്തേക്ക് വരായിരുന്നില്ലേ, എന്താടാ സാറിന് അകത്തേക്ക് വിളിക്കാഞ്ഞേ എന്നും പറഞ്ഞ് സിദ്ധാർത്ഥിനെ വിളിച്ച് അകത്തേക്ക് പോകുന്നുണ്ട് സുഭാഷ്. ഒരു കസേര എടുത്തിട്ട് കൊടുക്കുമ്പോഴേക്കും സിദ്ധാർത്ഥ് അവിടെ ഇരിക്കുകയാണ്. മോളെ നിധി ഇതാരാ വന്നേന്ന് നോക്കിയേ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും പിന്നെ മുഖ്യമന്ത്രിയല്ലേ വന്നേ എന്ന് സുധീഷ് മനസ്സിൽ പറയുന്നുണ്ട്. നിധി അങ്ങോട്ട് വരുമ്പോഴേക്കും അവിടെ ഇരിക്കുന്ന സിദ്ധാർത്ഥിനെ കണ്ട് സിദ്ധാർത്ഥ് എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ 2-3 ദിവസമായിട്ട് നിധി ലീവല്ലേ, ഒന്ന് അന്വേഷിച്ചിട്ട് പോകാമെന്ന് കരുതി എന്ന് സിദ്ധാർത്ഥം പറയാണ്. അതിന് ഞാൻ ലീവ് പറഞ്ഞിരുന്നല്ലോ എന്ന് നിധി പറയുമ്പോൾ ലീവ് പറഞ്ഞിരുന്നു, എന്നാലും ഈ വഴി പോയപ്പോൾ ഒന്ന് അന്വേഷിക്കാമല്ലോ എന്ന് കരുതി എന്ന് സിദ്ധാർത്ഥ് പറയാണ്. അസുഖമൊന്നുമില്ലല്ലോ എന്ന് സിദ്ധാർത്ഥ് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമല്ല എന്ന് നിധിയും പറയാണ്. അപ്പോഴേക്കും നികേഷും ഹരീഷും അങ്ങോട്ട് എത്താണ്. എങ്ങനെ ഇവരുടെ സംസാരം ഒന്ന് നിർത്തുക എന്ന് സുധീഷും മനസ്സിലാലോചിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ചേർന്ന് തറവാട്ടമ്പലത്തിൽ പോയതാ എന്ന് നിധി പറയുമ്പോൾ ഓ അത് ശരി, അപ്പോൾ ഞാൻ അവരുടെ ടെൻഷൻ അടിച്ച് എന്ന് സിദ്ധാർത്ഥം പറയുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷ് ഏട്ടൻ അവനെ കുടിക്കാൻ ചായയായിട്ട് വരുന്നുണ്ട്. ചായ നന്നായിട്ടുണ്ട് എന്ന് സുഭാഷ് ഏട്ടനോടായി പറഞ്ഞ് നിധിയോടായി വീണ്ടും സംസാരിക്കുന്നുണ്ട് സിദ്ധാർത്ഥ്. അപ്പോഴേക്കും സുധീഷും സിദ്ധാർത്ഥിനെ നന്നായി പെരുമാറുന്നത് സ്വപ്നം കാണാണ്. അവൻ ദേഷ്യത്തോടെ സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് ചെന്ന് ചായ ഗ്ലാസ് പിടിച്ചു വാങ്ങി. എഴുന്നേക്കടാ എന്ന് സുധീഷ് പറയുമ്പോൾ സിദ്ധാർത്ഥും അവിടുന്ന് എഴുന്നേക്കാണ്. കുറെ നേരമായാലോ നീ ഇവിടെ ഇരുന്ന് നെഗളിക്കുന്നു, ലീവ് എടുത്ത് വീട്ടിൽ പോയ എല്ലാവരുടെയും വീട്ടിൽ ചെന്ന് നീ അന്വേഷിക്കോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥ് ടെൻഷനോടെ അവനെ നോക്കുമ്പോഴേക്കും സിദ്ധാർത്ഥിന്റെ കോളറിൽ കയറി പിടിച്ചുകൊണ്ട് നിന്നോട് ലീവ് പറഞ്ഞിട്ടല്ലേ അവൾ ഇങ്ങോട്ട് വന്നേ, പിന്നെ എന്തിനാ വീട്ടിൽ വന്ന് അന്വേഷിക്കാനൊക്കെ നിൽക്കുന്നേ എന്നൊക്കെ പറയുമ്പോഴേക്കും സുഭാഷ് ചേട്ടനും അവനെ തടയുന്നുണ്ട്. സുധീഷെ വേണ്ട എന്ന് നിധി പറയുമ്പോഴേക്കും നിധി ഒന്ന് ചുമ്മാതിരുന്നേ എന്ന് സുധീഷും പറയാണ്. കുറേ നാളായി ഞാൻ ഊങ്ങി വെച്ചിരിക്കുന്നു, എൻ്റെ വീട്ടിൽ വന്ന് നീ എൻ്റെ മുന്നിൽ സ്കോർ ചെയ്യുമല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് ചേട്ടനും നികേഷൊക്കെ അവനെ തടയാൻ നോക്കുന്നുണ്ട്. സുധീഷ് വീണ്ടും സിദ്ധാർത്ഥിനോട് ദേഷ്യപ്പെട്ട് അവനെ അവിടെ നിലത്തേക്ക് വലിച്ചിട്ട് കസേര എടുത്ത് അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും സുധീഷെ എന്ന് നിധിയും അവനെ വിളിക്കാണ്. അതൊക്കെ ഓർത്ത് സിദ്ധാർത്ഥിനെ തല്ലുന്നതായി സ്വപ്നവും കണ്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന സുധീഷിന്റെ മുഖം കണ്ട് ഡാ സുധീഷെ എന്താ ഇങ്ങനെ നോക്കുന്നേ എന്ന് സുഭാഷ് ചേട്ടനും ചോദിക്കുന്നുണ്ട്. സുധീഷ് ഒരു ഞെട്ടലോടെ സിദ്ധാർത്ഥിനെ നോക്കുമ്പോഴേക്കും എന്തായാലും ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് സിദ്ധാർത്ഥം നിധിയോടായി ഒരു ചിരിയോടെ പറയുന്നുണ്ട്. അങ്ങനെ വിചാരിക്കാൻ നീ ആരാടാ എന്ന് സുധീഷും ദേഷ്യത്തോടെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. നിധി റെഡിയായെങ്കിൽ എൻ്റെ കൂടെ വന്നോളൂ, ഞാൻ ഓഫീസിലേക്കാ എന്ന് സിദ്ധാർത്ഥ് പറയുമ്പോൾ വേണ്ട സിദ്ധാർത്ഥ് പൊക്കോളൂ ഞാൻ വന്നോളാം എന്ന് നിധിയും പറയാണ്. അല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നേ എന്ന് സിദ്ധാർത്ഥ് പറയുമ്പോൾ സിദ്ധാർത്ഥ് പോയിക്കോളൂ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇറങ്ങുന്നേ എന്ന് സുധീഷും പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ ശരി ഞാൻ ഇറങ്ങാം, നിധി ഓഫീസിൽ വെച്ച് കാണാം എന്നും പറഞ്ഞ് സിദ്ധാർത്ഥ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഓ അവൻ്റെ ഒരു സുഖാന്വേഷണം എന്ന് സുധീഷ് ദേഷ്യത്തോടെ പറയുമ്പോൾ അതിനെന്താ സിദ്ധാർത്ഥി വഴി പോയപ്പോൾ കയറിയതാണെന്ന് പറഞ്ഞില്ലേ എന്ന് നിധി പറയുന്നുണ്ട്. പോകുന്നവർക്കും വരുന്നവർക്കും കയറാൻ ഇതെന്താ സത്രോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ എടാ അവൻ്റെ അശ്വിനി സുഖമില്ലെങ്കിൽ ഞാൻ അന്വേഷിക്കില്ലേ എന്ന് സുഭാഷും പറയുന്നുണ്ട്. അതുപോലാണോ ഇത് എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ചേട്ടൻ അവിനാശിനെ അന്വേഷിച്ച് പോകുന്നത് പോലാണോ ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്ന നിധി അന്വേഷിച്ച് വരുന്നത് എന്ന് സുധീഷ് പറയുമ്പോൾ എന്താ വ്യത്യാസം എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. അയ്യോ ഒന്നുമില്ലേ, ചേട്ടൻ പോയി അടുക്കളയിൽ എന്തെങ്കിലും പണിയെടുക്കാൻ നോക്ക് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും അയ്യോ ഉപ്പേരി അടുപ്പത്തുണ്ട് എന്നും പറഞ്ഞ് സുഭാഷ് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും ഹരീഷും എനിക്കും കുറേ വണ്ടി കൊടുക്കാനുണ്ട് എന്നും പറഞ്ഞ്
വണ്ടിയുടെ കീ എടുത്ത് പോകുന്നുണ്ട്. സുധീഷും നിധിയോടായി നിധി ഏതെങ്കിലും വലിയ കമ്പനിയിൽ കയറാൻ നോക്കേട്ടോ, ഇതങ്ങനെ ശരിയാവും തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ജോലി കിട്ടി 2 മാസത്തിനുള്ളിൽ ആ ജോലി ഉപേക്ഷിക്കണം എന്നാണോ പറയുന്നത്? സുധീഷിന് എന്താ വട്ടുണ്ടോ എന്ന് നിധി ചോദിക്കുമ്പോൾ വട്ടോ എനിക്കോ എന്ന് സുധീഷും പറയുന്നുണ്ട്. നിധി ഇറങ്ങി പോകുമ്പോഴേക്കും നികേഷും സുധീഷിൻ്റെ അടുത്തേക്ക് വന്ന് വട്ട് സുധീഷ് ചേട്ടന് തന്നെ കേട്ടോ എന്നും പറഞ്ഞ് നിധിയുടെ കൂടെ ഇറങ്ങി പോവാണ്. പിന്നീട് ജോലിക്ക് പോകാൻ ഇറങ്ങിയ സുഭാഷിൻ്റെ അടുത്തേക്ക് ഓടിക്കതച്ച് നീതു എത്തുന്നുണ്ട്. സുഭാഷ് ചേട്ടാ എന്നവൾ വിളിക്കുമ്പോൾ എങ്ങോട്ടാ ഇങ്ങനെ ഓടിക്കതച്ച് എന്ന് സുഭാഷ് ചേട്ടനും ചോദിക്കുന്നുണ്ട്. അത് പിന്നെ എനിക്കൊരു കാര്യം പറയണമായിരുന്നു എന്ന് നീതു പറയുമ്പോൾ എനിക്ക് മനസ്സിലായി വീട്ടുകാർ കല്യാണം കഴിപ്പിക്കാൻ നോക്കിയല്ലേ എന്ന് സുഭാഷും പറയുന്നുണ്ട്. ആരെങ്കിലും കൊണ്ട് കെട്ടിച്ചാൽ മതി എന്നാവുമല്ലേ എന്ന് സുഭാഷ് ചേട്ടൻ ചോദിക്കുമ്പോൾ സുഭാഷ് ചേട്ടൻ അത് മനസ്സിലായല്ലോ, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടാണ് ഞാൻ അവിടെ കഴിയുന്നത്, എന്നിട്ട് ഞാൻ അറിയാതെ അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് നീതു പറയുമ്പോൾ സുഭാഷും ടെൻഷനോടെ അവളെ നോക്കാണ്. ഞാൻ ആ വീട്ടിൽ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നതെന്ന് സുഭാഷ് ചേട്ടൻ അറിയോ? ഒന്നുകിൽ ആരെങ്കിലും കൊണ്ട് അവരെന്നെ കല്യാണം കഴിപ്പിക്കും, അല്ലെങ്കിൽ അവരെന്നെ എന്തെങ്കിലും ചെയ്യും. എൻ്റെ ചേട്ടനൊരു പിശാചാ, ഈ ദുരഭിമാനക്കൊല എന്നൊക്കെ കേട്ടിട്ടില്ലേ, ചിലപ്പോൾ അതും സംഭവിക്കും എന്ന് നീതു പറയുമ്പോൾ അങ്ങനെയൊന്നും പറയില്ലേ മോളെ എന്ന് സുഭാഷ് ചേട്ടനും പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെയൊക്കെ തോന്നുക സുഭാഷ് ചേട്ടാ, അതൊരു വീടാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നേയില്ല. അവരൊക്കെ എനിക്കെതിരെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഹരീഷിനെ കെട്ടിയ വീട്ടുകാരൊക്കെ ആത്മഹത്യ ചെയ്യും എന്നാ പറയുന്നേ. എന്നാലും ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറില്ല. ഇങ്ങനെ എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പറയുന്നത് സുഭാഷ് ചേട്ടന് മനസ്സിലാവുന്നുണ്ടോ എന്ന് നീതു ചോദിക്കും. എനിക്ക് മനസ്സിലാവും മോളെ എന്ന് സുഭാഷും പറയുന്നുണ്ട്. ഞാൻ എത്ര വാശി പിടിച്ചാലും ഹരീഷുമായിട്ടുള്ള കല്യാണത്തിന് എൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നത് സുഭാഷ് ചേട്ടന് തോന്നുന്നുണ്ടോ? അവർക്കാർക്കും ഞാൻ ഹരീഷിനെ വിവാഹം കഴിക്കുന്നത് ഇഷ്ടമല്ല. അവർക്ക് വേണ്ടി ഞാൻ ഹരീഷിനെ മറക്കാനും പോകുന്നില്ല. പിന്നെയുള്ള ആകെ ഒരു വഴി ഹരീഷിനെ വിവാഹം കഴിച്ച് ഞാൻ അങ്ങോട്ട് വരിക എന്നുള്ളതാ. ഒരു തവണ ഞാനത് ചെയ്തതാ. അന്ന് അവൻ എന്നെ തിരിച്ചു കൊണ്ടാക്കി. അന്ന് അവൻ എന്താ പറഞ്ഞതെന്നറിയോ? സുഭാഷ് ചേട്ടൻ്റെ കല്യാണം കഴിയാതെ ഞങ്ങളുടെ കല്യാണം നടക്കില്ലാന്ന്. അപ്പോൾ സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടന്നില്ലെങ്കിലോ എന്ന് ഞാൻ ചോദിച്ചു. അവനപ്പോൾ എന്നോടൊന്നും പറഞ്ഞില്ല. അതിനർത്ഥം സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടന്നില്ലെങ്കിൽ ഞങ്ങളുടെ കല്യാണം നടക്കില്ല എന്നല്ലേ? അപ്പം ഞാനാരായി? ഹരീഷ് പറയുന്നത് എനിക്ക് മനസ്സിലാവും. സുഭാഷ് ചേട്ടൻ്റെ കല്യാണത്തിന് മുന്നേ ഞങ്ങളുടെ കല്യാണം നടന്നാൽ അത് സുഭാഷ് ചേട്ടൻ്റെ കല്യാണത്തെ ബാധിക്കും. അതുകൊണ്ടാണ് ഹരീഷിന് ഇത്ര ടെൻഷൻ. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കൊട്ടും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആ കാര്യം ഞാൻ ഹരീഷിനോട് പറഞ്ഞതുവാ. പക്ഷേ അവനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാ പറയുന്നത്. ഇതിനൊക്കെ ഒറ്റൊരു പോകും വഴിയേ ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ. എത്രയും പെട്ടെന്ന് സുഭാഷ് ചേട്ടൻ്റെ വിവാഹം നടക്കണം എന്ന് നീതു പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല മോളെ, ഞാൻ അവനോട് സംസാരിക്കാം എന്ന് സുഭാഷ് ചേട്ടനും പറയുന്നുണ്ട്. അത് വേണ്ട. ഇങ്ങനെ ഞാൻ സുഭാഷ് ചേട്ടനോട് സംസാരിച്ചു എന്നറിഞ്ഞാൽ അവൻ ചിലപ്പോൾ എന്നെ ഉപേക്ഷിക്കാനും മടിക്കില്ല. സുഭാഷ് ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം നടക്കും. പിന്നെ ഒന്നും ടെൻഷൻ അടിക്കാനില്ല. സുഭാഷ് ചേട്ടൻ എന്ന് വെച്ചാൽ അവന് ജീവനാ. സുഭാഷ് ചേട്ടനെ ഒരു തടസ്സമായി കണ്ടിട്ടല്ല ഞാൻ ഇത്രയും പറഞ്ഞത്. എൻ്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് സുഭാഷ് ചേട്ടനെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. ശരി, ഞാൻ പോവാ എന്നും പറഞ്ഞ് നീതു അവിടുന്ന് നടന്നു പോകുന്നുണ്ട്. ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്ന നിധിയുടെയും നികേഷിൻ്റെയും പുറകെ സുധീഷ് വരുന്നത് കണ്ട് ഞങ്ങൾ പോയിക്കോളാം, നിങ്ങളെന്തിനാ ഞങ്ങളുടെ പുറകെ വരുന്നേ എന്ന് നീതി ചോദിക്കുന്നുണ്ട്. അതിന് ഞാൻ നീതിയുടെ കൂടെ ബസ്സിലൊന്നും വന്നില്ലല്ലോ, ബസ് സ്റ്റോപ്പ് വരെയല്ലേ വരുന്നുള്ളൂ എന്ന് സുധീഷും പറയാണ്. അപ്പോഴേക്കും നികേഷും ആ പെൺകുട്ടിയെ കാണാതെ അവളെവിടെ പോയി കാണുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇവനിതെന്തു പറ്റി എന്ന് ചിന്തിച്ച് സുധീഷും നികേഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. വരാറായില്ലേ എന്ന് ടെൻഷനോടെ ചുറ്റും നോക്കിക്കൊണ്ട് നികേഷ് ചിന്തിക്കുമ്പോഴേക്കും നീ ആരെയാ ഇങ്ങനെ നോക്കുന്നേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഞാൻ ആരെ നോക്കാൻ എന്നൊരു ചിരിയോടെ നികേഷ് പറയുന്നത് കേട്ട് നിന്റെ ചിരിയിൽ ഒരു വശപ്പശക്കുണ്ടല്ലോ എന്ന് സുധീഷും പറയാണ്. സാറിനെ കാണാൻ ഒരാളെ സ്ഥിരമായി ബസ് സ്റ്റോപ്പിൽ വരാറുണ്ട് എന്ന് നിധി പറയുമ്പോൾ അതാരാടാ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഏടത്തി ചുമ്മാ ഓരോന്ന് പറയുന്നതാ എന്ന് നികേഷ് പറയുമ്പോഴേക്കും ഡാഡാ എന്നൊരു ചിരിയോടെ നിധിയും വിളിക്കുന്നുണ്ട് എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അതേ എന്ന് നിധിയും പറയാണ്. അപ്പോഴേക്കും ആ പെൺകുട്ടി കൂട്ടുകാരിയുടെ കൂടെ അങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. നികേഷ് അങ്ങോട്ട് നോക്കുന്നത് കണ്ട് അതാണോടാ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഞാൻ നോക്കുന്നത് കാണുന്നില്ലേ എന്ന് നികേഷ് പറയുമ്പോൾ അതിലേതാ, റെഡ് ഷോളാണോ വൈറ്റ് ഷോളാണോ എന്ന് സുധീഷ് ചോദിക്കുകയാണ്. റെഡ് ഷോൾ എന്ന് നികേഷും പറയുന്നുണ്ട്. ഇതേതാ ഈ കുട്ടി, ഇവിടെയെങ്ങും കണ്ടിട്ടില്ലല്ലോ. മറ്റേത് ജോസേട്ടൻ്റെ മോള് ജിസ, പക്ഷേ ഇതേതാ എന്നും പറഞ്ഞുകൊണ്ട് നിധിയെ നോക്കുമ്പോഴേക്കും നിധി ദേഷ്യത്തോടെ ഈ നാട്ടിലെ മുഴുവൻ പെണ്ണുങ്ങളുടെയും സെൻസസ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളല്ലേ നിധി, ഇപ്പോൾ ജനിച്ചു വീണ കുട്ടി മുതൽ മുതുകെ കിളവിമാരെ വരെ എനിക്കറിയാം എന്ന് സുധീഷ് പറയുമ്പോൾ നിധി അവനെ ദേഷ്യത്തോടെ നോക്കുന്നത് കണ്ട് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് എന്ന് സുധീഷും പറയാണ്. അപ്പോഴേക്കും ആ പെൺകുട്ടിയും അവരെ നോക്കിക്കൊണ്ട് അങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. നികേഷ് അവളെ നോക്കിച്ചിരിക്കുന്നുണ്ടെങ്കിലും ആ പെൺകുട്ടി പെട്ടെന്ന് വന്ന ഒരു ഓട്ടോയിൽ കയറി അങ്ങ് പോവുകയാണ്. നികേഷ് ഓട്ടോയിലേക്ക് നോക്കുമ്പോഴേക്കും അവളും ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചിരിക്കുന്നുണ്ട്. ആ കുട്ടി ഓട്ടോയിൽ കയറി പോയല്ലോടാ എന്ന് നിധി പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും വഴക്ക് കൂടി നിൽക്കുമായിരുന്നില്ലേ, ആ കുട്ടി എന്നെ തന്നെ നോക്കായിരുന്നു എന്ന് നികേഷും പറയുന്നുണ്ട്. എടാ വെറുതെ ചിരിച്ചുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല, നമ്മളായിട്ട് ചെന്ന് എന്തെങ്കിലും സംസാരിക്കണം, അല്ലാതെ ഇങ്ങനെയൊന്നും മിണ്ടാതിരുന്നിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ സുധീഷ് പറയുന്നത് കേട്ട് നിധിയും അവനെ നോക്കി തലയാട്ടുന്നത് കേട്ട് അല്ല നിധി, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കോട്ടെ എന്ന് കരുതിയിട്ടാ എന്ന് സുധീഷും പറയാണ്. വേണ്ടായിരുന്നു എന്ന് സുധീഷ് മനസ്സിൽ ചിന്തിക്കുമ്പോഴേക്കും നിധിയും ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട്. നീ ഇത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ജോലി സ്ഥലത്ത് ടെൻഷനോടെ നിൽക്കുകയാണ് സുഭാഷ്. അപ്പോഴേക്കും അവിനാശ് അങ്ങോട്ട് വരുന്നുണ്ട്. എന്ത് പറ്റി സുഭാഷ് ഏട്ടാ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് സുഭാഷും പറയാണ്.
സുഭാഷ് ഏട്ടാ എന്തു പറ്റി എന്ന് അവിനാശ് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, എന്തോ സുഖമില്ലാത്ത പോലെ എന്ന് സുഭാഷൻ പറയാണ്. സുഭാഷ് ഏട്ടൻ വേണമെങ്കിൽ വീട്ടിലേക്ക് പോയിക്കോ, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് അവിനാശ് പറയുമ്പോൾ കുഴപ്പമില്ല, നിങ്ങൾ ജോലിക്ക് കയറിക്കോ എന്ന് സുഭാഷൻ പറയാണ്. അവിനാശ് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും അല്ല അന്ന് ചാന്ദിനി അന്വേഷിച്ച ആളുകൾ വന്നിട്ട് എന്തായി എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ചാന്ദിനി നിങ്ങളുടെ വീട്ടിലായതുകൊണ്ട് അവരങ്ങ് തിരിച്ചു പോയി. ചാന്ദിനിയെ കണ്ടിരുന്നെങ്കിൽ അവരെന്തായാലും കൊണ്ടുപോയനെ. പിന്നെ എൻ്റെ അമ്മയ്ക്കറിയായിരുന്നു അവൾ എവിടെയുണ്ടെന്ന്. അമ്മ പറഞ്ഞില്ല. ഇഷ്ടമില്ലാത്ത കല്യാണം നടത്തുന്നതിന് അമ്മയ്ക്കും താല്പര്യമില്ല എന്ന് അവിനാശ് പറയുമ്പോൾ ഇഷ്ടമില്ലാത്ത കല്യാണം നടത്തരുത് അവിനാശേ എന്ന് സുഭാഷും പറയുന്നുണ്ട്. ഇല്ല സുഭാഷ് ഏട്ടാ, ഇഷ്ടമില്ലാത്ത കല്യാണം നടത്തില്ല എന്ന് അവിനാശ് പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ പണി തുടങ്ങിക്കോ എന്ന് സുഭാഷ് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് അവിനാശും അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴേക്കും ബ്രോക്കർ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞേ എന്ന് ബ്രോക്കർ ചോദിക്കുമ്പോൾ അത് പിന്നെ എൻ്റെ കല്യാണക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാ എന്ന് സുഭാഷ് പറയുന്നുണ്ട്. ആഹാ, ഇതിപ്പോൾ എന്തു പറ്റി? ഇല്ലെങ്കിൽ എല്ലാം തീരുമാനിച്ച് പെണ്ണ് കാണാൻ പോകുമ്പോൾ മാത്രമല്ലേ താൻ കൂടെ വരാറുള്ളൂ എന്ന് പറയുമ്പോൾ പെണ്ണ് എവിടെയുള്ളതായാലും എങ്ങനെയുള്ളതായാലും കുഴപ്പമില്ല, കല്യാണം പെട്ടെന്ന് നടക്കണം എന്ന് സുഭാഷ് പറയുമ്പോൾ എന്താ പെട്ടെന്നൊരു ധൃതി എന്ന് ബ്രോക്കറും ചോദിക്കുന്നുണ്ട്. എനിക്ക് തിരക്കൊന്നുമില്ല, പക്ഷേ എൻ്റെ കല്യാണം നടക്കാതെ ഹരീഷ് കല്യാണം കഴിക്കില്ല എന്നാ പറയുന്നത് എന്ന് പറയുമ്പോൾ അപ്പോൾ സുധീഷ് കല്യാണം കഴിച്ചില്ലേ എന്ന് ബ്രോക്കറും ചോദിക്കുന്നുണ്ട്. അത് തന്നെയാണ് പ്രശ്നം, അതുകൊണ്ട് അവൻ്റെയും കൂടി കല്യാണം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കല്യാണം നടക്കില്ലെന്നാണ് ഹരീഷ് പറയുന്നത് എന്ന് സുഭാഷും പറയാണ്. അല്ല നീ എന്താ കരുതിയേ എൻ്റെ കീശയിൽ പെൺകുട്ടികളെ വെച്ച് നടക്കാണെന്നോ? ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ, എല്ലാം ഒത്തുകിട്ടണ്ടേ എന്ന് ബ്രോക്കർ പറയുമ്പോൾ എങ്ങനെയുള്ളതായാലും കുഴപ്പമില്ല ചേട്ടാ, ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റുന്ന ഒരാളായാൽ മതി എന്ന് സുഭാഷ് പറയുമ്പോൾ ബ്രോക്കർക്ക് ഒരു കോൾ വരുന്നുണ്ട്. അയാൾ ആ ഫോണും എടുത്ത് ശരി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. രാവിലെ മുതൽ ഇത് 3ാമത്തെ വിളിയാ. കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സിന് കൊടുത്തിട്ടുള്ള ഒരു പെൺകുട്ടിയാ. ഡിവോഴ്സ് കിട്ടാൻ ഇനിയും 2 മാസം എടുക്കും. അപ്പോഴേക്കും വേറൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് നിശ്ചയം നടത്തണമെന്നാ പറയുന്നേ. ഇവിടെ ആദ്യ കെട്ടിന് തന്നെ ആളെ കിട്ടുന്നില്ല, പിന്നല്ലേ 2ാം കെട്ട് എന്നും പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ബ്രോക്കർ. ഇനിയിപ്പോൾ അതിന് ഡിവോഴ്സായ ഒരു ചെറുക്കനെ കണ്ടുപിടിക്കണം. ശരി ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ, ഞാൻ വിളിക്കാം എന്നും പറഞ്ഞ് ബ്രോക്കർ ഇറങ്ങുമ്പോഴേക്കും എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്ന സുഭാഷിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി